ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോണിക് സെക്ഷനകത്ത് നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. ബട്ട് പെട്ടെന്ന് ക്വസ്റ്റൻ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. സോ ദ ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ അല്ലെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾസ് whose radius is 5 and whose center lies on the x-axis passing through the point 2,3. അതായത് we need to find out the equation of the circle whose radius is 5. Radius എന്ന് പറയുന്നത് 5 ആണ്. Whose center lies on the x-axis. Center x-axis lie ചെയ്യുന്നു. Passing through the point 2,3. സോ നമുക്ക് തന്നിരിക്കുന്നത് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുണ്ട്. സെന്റർ എക്സ് ആക്സിസിലാണ്. ഒരു സർക്കിളിന്റെ സെന്ററിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് ആണ് h,k എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്റർ എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ അർത്ഥം y കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് h,0 എന്ന് എഴുതാം. ദെൻ സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2,3. അപ്പൊ നമുക്ക് സർക്കിളിലെ ഒരു പോയിന്റ് ആയിട്ട് 2,3 എടുത്താൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2,3. ഡൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കിളിന്റെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് x - h the whole square plus y - k the whole square equal to r square ആണ്. r എന്ന് പറഞ്ഞ റേഡിയസ്, എച്ചും കെയും എന്ന് പറയുന്നത് സെന്ററിന്റെ കോർഡിനേറ്റ്, എക്സും വൈയും എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ്. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇപ്പൊ എന്ത് കിട്ടും? 2 - h the whole square plus y-ക്ക് പകരം എന്ത് കൊടുക്കാം? 3 - 0 the whole square equal to 5 square. ക്ലിയറാ? അപ്പൊ നമുക്ക് ഇതിനെടുത്ത 2 - h the whole square plus 3 - 0 എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 equal to 5ന്റെ സ്ക്വയർ 25. That is 2 - h the whole square equal to 25 minus 9 equal to 16. Okay, that is 2 - h the whole square equal to 16 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4 സ്ക്വയർ എന്ന് എഴുതാം. അതായത് എന്ത് വരും? 2 - h is equal to plus or minus 4 എന്ന് കിട്ടും. 2 - h equal to plus or minus 4. നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഒന്നെങ്കിൽ 2 - h plus 4 ആവാം, അല്ലെങ്കിൽ 2 - h minus 4 ആവാം. 2 - h plus 4 ആണ് എന്ത് കിട്ടും? h നെ അപ്പുറത്തോട് കൊണ്ടായി h is equal to 2 minus 4 that is equal to minus 2. ഇവിടെ h നെ അപ്പുറത്തോട് h is equal to what? 2 plus 4 that is equal to 6. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്നെങ്കിൽ h ന്റെ വാല്യൂ -2 ആവും, അല്ലെങ്കിൽ h ന്റെ വാല്യൂ 6 ആവാം. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ -20 അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 60 എന്ന് വരും. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താ സർക്കിളിന്റെ ഇക്വേഷൻ? x - h the whole square plus y - k the whole square equal to 0. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x മൈനസ് h ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? -2. h - 2 the whole square plus y - k the whole square, y - 0 the whole square equal to r എന്താണ്? 5 square. That is equal to x plus 2 the whole square plus y square equal to 25. x plus 2 the whole square open ചെയ്താൽ x square plus 4x plus 4, കാരണം a square plus 2ab plus b square plus 4 plus y square equal to 25. കറക്റ്റാ? 25 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? x square plus y square plus 4x plus 4 minus 21 equal to 0. That is equal to x square plus y square plus 4x. So minus 25 equal to 0. 4 minus 25 equal to minus 21 equal to 0. So ആദ്യത്തെ ഇക്വേഷൻ എന്ത് കിട്ടി? x square plus y square plus 4x minus 21 equal to 0. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്ലിയറാ? സോ രണ്ടാമത്തെ പോയിന്റ് 60 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് കിട്ടും? x - 6 the whole square plus y - 0 the whole square equal to 5 square. That is x - 6 the whole square എന്ന് പറഞ്ഞാൽ x square minus 12x plus 36. കാരണം എന്താ? x - 6 the whole square, a minus b the whole square. A square means x square minus 2ab, 2 into 6 into x, 2 into 6 12, 12 into x 12x plus 6 square. 6 square is 36 plus y square equal to 25. That is x square minus 12x plus y square plus 36 minus 25 equal to 0. 36 in 25 പോയാൽ 11 കിട്ടും. അതായത് x square minus 12x plus y square plus 11 equal to 0. അപ്പൊ എന്താണ്? സർക്കിളിന്റെ സെന്റർ -2 ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. സർക്കിളിന്റെ സെന്റർ 60 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ക്ലിയർ?
എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.